ഫ്രണ്ട്സ്, ഞാൻ വന്നിരിക്കുന്നത് ജാവേദ് ഹബീബ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കൊച്ചി കടവന്തറയിലാണ്. എൻ്റെ ഹെയർ നന്നായിട്ട് ഡാമേജ് ആയിട്ടുണ്ട്. അതിന്റെ ട്രീറ്റ്മെന്റിനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഇവര് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ഹെയറിനെ പറ്റുന്ന ട്രീറ്റ്മെന്റ് എന്താണെന്ന് നമുക്ക് ഇവർ പറഞ്ഞു തരും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ഇന്നത്തെ ട്രീറ്റ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഹെയർ നല്ല ഡ്രൈ ആണ് കേട്ടോ. ഹെയർ കുറെ നാളായിട്ട് ഇങ്ങനെ തന്നെയാ, ഭയങ്കര ഡ്രൈ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഈ ഹെയറിന്റെ ഡ്രൈനെസ്സും ഡാമേജും ഒക്കെ മാറാനായിട്ട് നമുക്കൊരു ട്രീറ്റ്മെന്റ് ഉണ്ട്, നാനോപ്ലാസ്റ്റിയ. നമുക്ക് അത് ചെയ്യാം. ഈ നാനോപ്ലാസ്റ്റിയ എന്ന് പറയുമ്പോൾ അതിനെ കുറിച്ചിട്ട് നമ്മളുടെ നാനോപ്ലാസ്റ്റിയ ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്. അപ്പൊ അത് നമ്മുടെ ഈ ഡ്രൈനെസ്, ഡാമേജ്, നമ്മളിപ്പോ ട്രീറ്റ്മെന്റ് ഒരുപാട് ഇതിന് മുന്നേ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ട്രീറ്റഡ് ഹെയറിന് ഒരുപാട് ഡാമേജസ് ഒക്കെ വരാം, കെമിക്കൽ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതെല്ലാം കവറപ്പ് ആയി പോകും. എന്നുവെച്ചാൽ അതിലെല്ലാം ഫ്രിസ്നെസ് ഒക്കെ കുറച്ച് സ്മൂത്ത് ആയിട്ട് കിടക്കും. ഇത് പ്രോട്ടീൻ ട്രീറ്റ്മെന്റും ആണ്. അതുകൊണ്ട് ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും ട്രീറ്റ്മെന്റ് നമുക്ക് മുടി കൊഴിച്ചതോ അങ്ങനെ എന്തെങ്കിലും ഇത് ഞാൻ പറഞ്ഞില്ലേ, ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആഫ്റ്റർ എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഹെയർ ഫോള് അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് ഈ ട്രീറ്റ്മെന്റ് നമുക്ക് എത്ര നാള് വരെ നമുക്ക് നിൽക്കും? ഇത് എന്താ പറയാ, നമ്മുടെ ആഫ്റ്റർ കെയറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വാഷ് അങ്ങനെ പറയാം, നമ്മൾ മന്ത്ലി കണക്ക് പറയാൻ പറ്റില്ല. നമുക്ക് വാഷ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ പറയാ വീക്ക്ലി 2 ടൈം വാഷ് ആണ് പറയാ. അപ്പം അത് ആഫ്റ്റർ കെയറും അതുപോലെ നമ്മുടെ സെയിം ഈ നാനോപ്ലാസ്റ്റിയുടെ തന്നെ സെയിം ഫ്ലോർ ആക്റ്റീവിന്റെ ആഫ്റ്റർ കെയർസും ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ആ കണ്ടീഷണറും ഷാമ്പൂ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് വാഷ് ചെയ്യാം. അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമ്മുടെ സ്റ്റൈലിസ്റ്റ് ആസിഫ്, ഇത് നമ്മുടെ ട്രെയിനർ. ഇവര് രണ്ടുപേരും കൂടിയിട്ടാണ് ഇന്നത്തെ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്ത് തരുന്നത്. പ്ലാസ്റ്റിയ എന്നുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇന്ന് ഹെയറിന് ചെയ്തു തരുന്നത്. ഫസ്റ്റ് തന്നെ അവരെൻ്റെ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തു. വാഷ് ചെയ്തത് ഫ്ലോർ ആക്റ്റീവിൻ്റെ ഷാമ്പു വെച്ചിട്ടാണ് അവർ ഹെയർ വാഷ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഹെയർ വാഷ് കഴിഞ്ഞു. ഹെയർ വാഷ് കഴിഞ്ഞ് ഹെയർ ടവൽ വെച്ച് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ചെയ്തു. ഇനി നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ഹെയർ നല്ലവണ്ണം 100% ഒട്ടും നനവില്ലാത്ത രീതിയിൽ നന്നായിട്ട് ഡ്രൈ ചെയ്യണം ഒരു ഹെയർ. അതിനുശേഷം ഹെയറിനെ പാർട്ടായിട്ട് തിരിച്ച് അവർ ഓരോ ക്ലിപ്പുകളിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ആ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മുടിയിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് അതിലോട്ട് അവർ ആ ക്രീം അപ്ലൈ ചെയ്യാണ്. അത് ഫ്ലോർ ആക്റ്റീവിൻ്റെ ക്രീമാണ് അവർ അപ്ലൈ ചെയ്യുന്നത്. ഇതാണ് നാനോപ്ലാസ്റ്റിയയുടെ മെയിൻ ക്രീം വരുന്നത്. ഇത് ഹെയറിൻ്റെ ഓരോ സെക്ഷനെടുത്തും ഇവർ ഈ ക്രീം വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഇത് ഫുള്ളും നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് ഫുള്ളായിട്ടൊന്ന് ചുറ്റി മുകളിലോട്ട് കെട്ടിയതിന് ശേഷം പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ കൊണ്ട് ഫുള്ളും ഹെയറിനെ ചുറ്റി കെട്ടി. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്നോട് പറഞ്ഞു 1 മണിക്കൂർ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ. അതാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ഒരു സമയം. പിന്നെയുള്ളതൊക്കെ വേഗം തീരുന്ന പ്രോസസ്സുകളാണ്. 1 മണിക്കൂർ 10 മിനിറ്റ് അങ്ങനെ കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുകയാണ്. അതായത് എക്സസീവ് പ്രോഡക്റ്റിനെ അവർ റിൻസ് ഔട്ട് ചെയ്ത് കളയുകയാണ്. അതിനുശേഷം വീണ്ടും ടവൽ വെച്ചിട്ട് ഡ്രൈ ചെയ്ത് വീണ്ടും ബ്ലോ ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവർ ഹെയറിനെ വീണ്ടും പാർട്ടായിട്ട് തിരിക്കുകയാണ്. പാർട്ടായിട്ട് തിരിച്ചതിന് ശേഷം അയേൺ ചെയ്യാണ്. ഓരോ പാർട്ടും എടുത്തവർ നല്ലവണ്ണം അയേൺ ചെയ്യാണ്. അയേൺ ചെയ്തതിന് ശേഷം ഫുള്ളും ഹെയർ അയേൺ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മളൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ഹെയർ വാഷാണ്. അത് ഷാംപൂ വാഷ് അല്ല, ഓൺലി വാട്ടർ വാഷാണ്. വാട്ടർ വാഷ് കഴിഞ്ഞതിന് ശേഷം കണ്ടീഷണർ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാണ്. കണ്ടീഷണർ ഹെയറിൽ മൊത്തം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളൊരു 15 മിനിറ്റ് കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാൻ അവരോ നമ്മളോട് പറയും. അങ്ങനെ ഒരു 15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഹെയർ വാഷ് ചെയ്യും. അതിന് ശേഷം ബ്ലോ ഡ്രൈ ആണ്.
ബ്ലോ ഡ്രൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹെയർ ഇതുപോലെ ആവും. ഹെയർ ലെവലല്ലാതെയാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഹെയർ ലെവലാക്കി സെറ്റ് ചെയ്തിട്ട് എനിക്ക് നല്ല ഭംഗിയാക്കി തന്നവർ. ഇപ്പോൾ ഹെയർ ഈസി മാനേജബിൾ ആയിട്ടാണ് എടുക്കുന്നത്. ആ മുന്നത്തെ ഡ്രൈനെസ് ഒക്കെ മാറി സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടാണ് ഹെയർ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ട്രീറ്റ്മെൻറ്റ്. അതുപോലെ തന്നെ ഇവരുടെ സർവീസസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അഫോർഡബിൾ റേറ്റുള്ള സർവീസസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിനെക്കുറിച്ച് 1-2 കൺഫ്യൂഷനും കൂടി എനിക്കുണ്ട്. അതായത് നമ്മൾ നാനോപ്ലാസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞല്ലോ. ഇനി ഇതിന് നമുക്ക് ഓയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അതെങ്ങനെയാണ്? ഓയിൽ യൂസ് ചെയ്യാൻ പറ്റുമോ? ഓയിൽ നമ്മൾ നോർമലി ഡ്രൈനെസ്സിനൊക്കെ വേണ്ടിയിട്ടല്ലേ യൂസ് ചെയ്യുന്നത്. ഈ ട്രീറ്റ്മെന്റ് ഡ്രൈനെസ് ഉണ്ടാക്കില്ല. അത് 2 ദിവസം കഴിയുമ്പോൾ മനസ്സിലാവും. വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഡ്രൈനെസ് ഉണ്ടാവില്ല. അപ്പോൾ ഓയിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ചിലർക്ക് അത് യൂസ്ഡ് ആയി കാണും ഈ ഓയില്. അതെ, ഓയിൽ യൂസ് ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1 month ഒക്കെ കഴിയുമ്പോൾ റൂട്ട് ഗ്രോത്ത് വരുന്നതനുസരിച്ചിട്ട് സ്കാൽപ്പിൽ മാത്രം, ഹെയറിൽ പറ്റാണ്ട് സ്കാൽപ്പിൽ മാത്രം വേണമെങ്കിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ റെക്കമെൻഡ് ചെയ്യില്ല ഓയിൽ യൂസ് ചെയ്യാൻ. അപ്പൊ നമ്മള് ഓയിൽ യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അത്രയും നാള് എന്താ പറയാ ലാസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നിൽക്കുന്നു അല്ലെ. അതുപോലെ തന്നെ എല്ലാവരും ഇതൊരു സംശയമാണ്, നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ളത് എന്തെങ്കിലും ഒക്കെ നമുക്ക് ഹെയറിൽ യൂസ് ചെയ്യാൻ പറ്റുമോ? അതായത് ചിലര് താളി യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെ നാച്ചുറൽ റെമഡീസ് യൂസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഉണ്ടാവും. പിന്നെ ഹെന്ന ചെയ്യാൻ പറ്റുമോ? നമ്മള് അങ്ങനെ അധികം റെക്കമെൻഡ് ചെയ്യില്ല. കാര്യം ഹെന്ന ചെയ്ത ഹെയർ ഡ്രൈനെസ് കൂടിയാവും. ഓക്കെ, അത് അതിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മളുടെ എന്തൊക്കെ നിങ്ങളുടെ കൺഫ്യൂഷൻ, ഇനി എന്താ കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഇവിടുത്തെ ലൊക്കേഷനും അതുപോലെ തന്നെ ഇവരുടെ കോൺടാക്ട് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഇൻസ്റ്റാ പേജും ഞാൻ വെക്കുന്നുണ്ട്. ഇവരുടെ ഇൻസ്റ്റാ പേജും അതുപോലെ തന്നെ എൻ്റെ ജീന ബാബു എന്നുള്ള ഇൻസ്റ്റാ പേജും നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഏപ്രിൽ ലാസ്റ്റ് വരെ ഈ ഒരു ട്രീറ്റ്മെന്റിന് ഇവിടെ ബെസ്റ്റ് ഓഫർ നടക്കുന്നുണ്ട്. 4,999 ഇതിന് ഇപ്പൊ ഇവിടെ ഓഫർ നടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഇവരായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇവിടെ വന്ന് നിങ്ങൾക്ക് ഈ ട്രീറ്റ്മെന്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഒരു ഗിവ് അവേ കൂടി ഞങ്ങൾ തരുന്നുണ്ട്. അത് വരുന്നത് നമ്മുടെ ഇൻസ്റ്റാ പേജ്, 2 പേരുടെ ഇൻസ്റ്റാ പേജും നിങ്ങൾ ഫോളോ ചെയ്യുക. ഇതിലൊരു നല്ലൊരു കമന്റും ഇൻസ്റ്റാ പേജിൽ 3 ആളുടെ പേര് വെച്ചിട്ട് നിങ്ങൾ മെൻഷൻ കൂടിയും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വരുന്ന ആദ്യത്തെ 5 പേർക്ക് ഹെയർ കട്ടും ഹെയർ സ്പായും ഫ്രീ ആയിട്ട് ഇവിടെ നിന്ന് ഗിവ് അവേ നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് കൊണ്ടുവന്ന് നിങ്ങൾ ഇവിടെ കാണിച്ചാൽ മതി. നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഗിവ് അവേ ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സിന് ഒരു ബെസ്റ്റ് ഗിവ് അവേ തന്നതിന് ഒരുപാട് താങ്ക് യു. അപ്പോൾ നിങ്ങൾ ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരും. താങ്ക് യു.